ഈ എപ്പിസോഡിൽ നമുക്ക് STD ബൂത്തിൽ കണ്ടുമുട്ടിയ ആ പ്രൊഡ്യൂസറെ ഒന്ന് പരിചയപ്പെടാം. പിന്നീടൊരു പടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോൾ ചിത്രമംഗലം വാരികയിൽ വന്ന ഒരു ഫോട്ടോ ആണിത്. ഈ വലത്തെ അറ്റത്തിരിക്കുന്ന സുമുഖനായ വ്യക്തിയാണ് ശ്രീ മാർട്ടിൻ ജോസഫ് എന്ന അന്നത്തെ പ്രൊഡ്യൂസർ. ചെറുതുരുത്തിക്കടുത്തുള്ള കിള്ളിമംഗലം എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അച്ഛൻ ഒരു കോൺട്രാക്ടറും അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള വലിയൊരു തറവാട്ടുകാരൻ. ഈ മാർട്ടിൻ ജോസഫിന് 2 സഹോദരിമാരാണ്. അപ്പോൾ നല്ല രീതിയിൽ ജീവിച്ചു വന്നിരുന്നൊരു കുടുംബം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആകാര സൗകുമാര്യ സൗന്ദര്യം കണ്ടത് നാട്ടുകാരിങ്ങനെ പറയുമല്ലോ, ജയ്മോനെ, മാർട്ടിനാണെങ്കിലും ജയ്മോൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ജയ്മോനെ, നിനക്ക് ഒരു നടനാവാനുള്ള ഭംഗിയുണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടാവാം ഇദ്ദേഹത്തിനൊരു നടനാവാൻ മോഹമുണ്ടായി. ആ മോഹത്തിൽ നിന്നാണ് തലസ്ഥാനം എന്ന സിനിമ ചെറുതുരുത്തി പ്രദേശത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇദ്ദേഹം സ്ഥിരമായി ക്യാമ്പ് ചെയ്യുമായിരുന്നു. അതിൽ അത്യാവശ്യം സാമ്പത്തിക സഹായങ്ങൾ വരെ ആവശ്യം വന്നപ്പോൾ ഇദ്ദേഹം ചെയ്തു കൊടുത്തു എന്നുള്ളൊരു വിവരവും എനിക്കന്നുണ്ട്. പിന്നീട് ഒരു അഭിനയമോഹം അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ സ്വന്തമായൊരു സിനിമ നിർമ്മിച്ച് അതിലൂടെ നടനായിത്തീരുക എന്നുള്ള സ്വപ്നം കണ്ടു തന്നെയാണ് അദ്ദേഹം സിനിമാ നിർമ്മാണ രംഗത്തെക്കുറിച്ച് ആലോചിച്ചത്. ഈ സിനിമയുടെ സംവിധായകനായി VM വിനോദിനെയും അതുപോലെയുള്ള കഥാകൃത്തായി P ബാലേന്ദ്രനെയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടാനും അല്ലെങ്കിൽ മറ്റ് താരങ്ങളെ നിശ്ചയിക്കുന്ന കാര്യത്തിലൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പരിചയപ്പെടുന്ന എല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ്. അങ്ങനെ ആ ശ്യാം ടൂറിസ്റ്റ് ഹോമിൽ ഇവർ താമസിക്കുന്നിടത്തേക്കാണ് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ എത്തിയത്. ചെന്ന വഴിക്ക് VM വിനു എന്ന ഡയറക്ടറെ ആദ്യമായി ഞങ്ങൾ കാണുകയാണ്. താടിയൊക്കെ വെച്ച് സുമുഖനായൊരു മനുഷ്യൻ. എങ്ങനെ ചിന്തിച്ചാലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഷൊർണൂരിൽ തീരുമാനിച്ചതാണ് ഞങ്ങളുടെ മഹാഭാഗ്യം. പരിചയപ്പെട്ട ഉടനെ കോഴിക്കോട് ഭാഷയിൽ ശ്രീ VM വിനു ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടെണ്ണം രാഷ്ട്രീയക്കാരാ, നന്നായി, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ലൊക്കേഷൻസൊക്കെ നിങ്ങളൊന്ന് ഇവിടെ നടന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം, അതിൻ്റെ പെർമിഷനും നിങ്ങൾ തന്നെ വാങ്ങിത്തരണം. അപ്പോൾ അത് ഒരു വലിയ സൗകര്യമായി. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് അതിനായിട്ട് ഇറങ്ങാം. എങ്ങനെ? അക്കാര്യത്തിൽ ഞങ്ങളുടെ കഴിവ് പരമാവധി തെളിയിച്ചു. ഞാനിപ്പോൾ ഓർക്കുന്നു, സിംകോ കമ്പനിയിൽ ഷൂട്ടിംഗ് ആവശ്യം വന്നു. 3 ദിവസം ഭംഗിയായി ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ സംവിധായകൻ വലിയ ഹാപ്പി. പ്രൊഡ്യൂസർ ചോദിച്ചു, നമുക്ക് കമ്പനിക്ക് എന്താണ് കൊടുക്കേണ്ടത്, അതിൻ്റെ വാടക എന്തെങ്കിലും. അപ്പോൾ എക്സിക്യൂട്ടീവ് ശ്രീ ഷാജി ഒലോക്കോടായിരുന്നു, അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ സതീശനെ കുറിച്ച് അന്ന് എൻ്റെ ഉടമയെ കണ്ടു, ഇങ്ങനെ ഷൂട്ടിങ് എന്താണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പ്രൊഡ്യൂസർ ചോദിക്കുന്നു. പക്ഷേ അദ്ദേഹം, എന്താണ് വിജയ നിങ്ങളീ പറയുന്നത് സതീശനും, നിങ്ങൾ ഞങ്ങളോട് വന്നൊരു ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് ഞങ്ങൾ വാടക പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു മാന്യതയുള്ളത്, അവരോട് ധൈര്യമായി പറയൂ. ഞാൻ ഉടനെ തന്നെ പ്രൊഡ്യൂസർ ശ്രീ മാർട്ടിനെയും കൺട്രോളറെയൊക്കെ വിളിച്ച് ഇതിൻ്റെ ഉടമയെ പരിചയപ്പെടുത്തി. പൈസ വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഞങ്ങൾക്ക് സെറ്റിൽ വലിയ അഭിപ്രായം ഉണ്ടാക്കി. അത് സിനിമയുടെ ചരിത്രം അറിയാലോ, എവിടെയെങ്കിലും ഷൂട്ട് ചെയ്താൽ അതിന് വലിയ തുക മേടിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇത് കൂടാതെ ജോലി ചെയ്യുന്നവർ ഇപ്പോൾ പൈസ വേണ്ടാന്ന് മുതലാളി പറഞ്ഞാലും ഇപ്പുറത്ത് മാറി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് വാങ്ങി പോക്കറ്റിലിടുന്ന ചിലവരെയും സിനിമാ മേഖലയിൽ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് വലിയ അഭിപ്രായ സെറ്റ് ഉണ്ടാക്കി. മാർട്ടിനും ഡയറക്ടർക്കൊക്കെ ഞങ്ങളോട് വലിയ പ്രിയമായി. അങ്ങനെ ഷൂട്ടിംഗ് ശ്രീ മുരളി ഗീതയൊക്കെ വന്നു, അവരെയൊക്കെ പരിചയപ്പെട്ടു. അവർ ഷൂട്ടിങ് കൃഷ്ണൻകുട്ടി നായർ അങ്ങനെ താരങ്ങൾ പലരും വന്നു. ഷൂട്ടിംഗ് പല മേഖലകളിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രീഷമായിട്ടൊരു ദിവസം സംവിധായകൻ രാവിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചു, വിജയൻ സതീശൻ ഒരു ചായക്കടയിൽ ഷൂട്ടിംഗ് ആണല്ലോ എടുക്കുന്നത്, അവിടെ ചായക്കടയിൽ 2 ആളുകളായിട്ട് നിങ്ങളിരിക്കണം, എന്തായാലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഞെട്ടി. കാരണം അഭിനയം എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അത് ഇങ്ങോട്ട് കണ്ട് ഞങ്ങൾക്കുള്ളിലേക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാവാം. ഞങ്ങൾ ആ ചായക്കടയിൽ നാട്ടുപുറത്തെ 2 കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചതും ഡയലോഗ് പറഞ്ഞതുമൊക്കെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. പിന്നീട് ഒരിക്കൽ മുരളി എന്ന് പറയുന്ന നടൻ ഒരു അത്യാവശ്യം പറഞ്ഞ് തൃശ്ശൂരേക്ക് പോവുകയും അന്ന് തിരിച്ചു വരാതിരിക്കുകയും ഏകദേശം 4 ദിവസം അദ്ദേഹത്തെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്തൊരു സാഹചര്യം അന്നുണ്ടായി. ഇത് സെറ്റിൽ വലിയ പ്രശ്നങ്ങളായി. കാരണം പ്രധാന നായകനില്ലാത്ത ഒരു പടം, ഒരു മിലിറ്ററി ഓഫീസറായിട്ടാണ് മുരളി അഭിനയിക്കുന്നത്. അദ്ദേഹത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്ത് പിന്നീട് കാമുകിയിലുണ്ടായ ഒരു മകളുമായി ബന്ധപ്പെട്ടൊരു നല്ല കഥയായിരുന്നു. അന്ന് ഈ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അത് സൂപ്പർ ഹിറ്റല്ല മെഗാ ഹിറ്റാവുമായിരുന്നൊരു കഥയുമായിരുന്നു. കഥാപാത്രങ്ങൾ ഗീത എല്ലാവരും കാത്തിരിക്കുകയാണ്. 4ാമത്തെ ദിവസം മുരളി അയോധ്യ ടൂറിസ്റ്റ് ഹോമിലേക്ക് വരുന്നതും കാർ ഇറങ്ങിയ ഉടനെ ആ പരസ്യമായൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ആളുകളെ മുഴുവൻ ഉറക്കെ ചീത്ത പറയുന്നു. ഈ സമയത്ത് മാർട്ടിനെ കോടിപ്പോയി മുരളിച്ചേട്ടാന്ന് വിളിച്ച് കൈ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാൽ, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, നിങ്ങളാരാ ചോദിക്കാൻ, ഞാൻ തൃശ്ശൂർ പോകും, തൃശ്ശൂർ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും, നിങ്ങളാരും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു ഷൗട്ടിംഗ് സ്റ്റൈലവിടെ ഉണ്ടാക്കുകയാണ്.
അതിൻ്റെ പേരിൽ വീണ്ടും ഷൂട്ടിംഗ് 2 ദിവസം മുടങ്ങിക്കിടക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങളിലേക്ക് പോയ ഒരു സിനിമയുടെ അടുത്ത ഒരു ഹൃദയസ്പർശിയായ ഒരു മേഖലയിലേക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ആ കഥ പറയാൻ വേണ്ടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.